ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ, വില്ലൻ വരുന്നു, നായകനെ ആക്രമിക്കുന്നു, നായകൻ ചോരയൊലിപ്പിച്ച് കിടക്കുന്നു. പക്ഷേ ഇവിടെ വില്ലന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ആരെയാണെന്നറിയാലോ? 5 പിള്ളേരെയാണ്. ആയുധമായിട്ട് പറയുന്നതോ കരിങ്കൊടിയുമാണ്. പക്ഷെ പോലീസ് എഴുതി വെച്ചിരിക്കുന്നത് മാരകായുധം കൊണ്ട് കഴുത്തിന് വെട്ടി എന്നാണ്. എന്നാൽ ഈ തിരക്കഥയിലെ CCTV ദൃശ്യങ്ങൾ എന്ന ആ ഒരു വില്ലൻ കടന്നു വന്നപ്പോഴാണ് പലർക്കും ഉത്തരം മുട്ടിപ്പോയത്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ്, അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ആക്രമണം ഉണ്ടല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ പോലെ അങ്ങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം ജനാധിപത്യപരമാകണം എന്നതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ കണ്ടാൽ ആർക്കാണ് ചിരി വരാത്തത്? വേദന കൊണ്ട് പുളയുന്ന ഒരു മന്ത്രിയും ആ വേദന മാറ്റാൻ സെൽഫി എടുക്കുന്ന നേഴ്സുമാരും, പുലർച്ചെ 4 മണിക്ക് ICUവിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി കാറിൽ പറക്കുന്ന മന്ത്രിയും, ഇതിലൊക്കെ എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പില്ലേ? എന്തായാലും നമുക്ക് ആ നിഗൂഢതകൾ എന്താണെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യം നമ്മുടെ പോലീസിന്റെ ഒരു ഭാവനാശക്തി ഉണ്ടല്ലോ, അതിനെ വേണം നമ്മളൊന്ന് അഭിനന്ദിക്കേണ്ടത്. വധശ്രമം, മാരകായുധങ്ങൾ, കഴുത്തിന് വെട്ട്, ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ എന്താണ് പേടിച്ചു പോകൂലേ? പക്ഷേ കഷ്ടകാലത്തിന് എന്താ സംഭവിച്ചത്? കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 55 CC ക്യാമറകൾക്കും ഈ ഒരു മാരകായുധങ്ങൾ കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രതികൾ ഈ ഒരു ആയുധങ്ങൾ മിസ്റ്റർ ഇന്ത്യയെ പോലെ അദൃശ്യമാകാനുള്ള വിദ്യ പഠിച്ചിട്ടുണ്ടാകുമല്ലേ? മിസ്റ്റർ ഇന്ത്യ എന്നുള്ള സിനിമ നിങ്ങൾ പലർക്കും അറിയാതിരിക്കല്ലേ? ഇല്ലെങ്കിൽ നിങ്ങളത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അത് നമ്മുടെ ബോളിവുഡ് ഹിന്ദി സിനിമ, അനിൽ കപൂർ സ്റ്റാറിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലെ അദൃശ്യനാകാനുള്ള കഴിവ് നമ്മുടെ അനിൽ കപൂർ എന്ന കഥാപാത്രത്തിന് അതിലുണ്ടായിരുന്നു. അതുപോലെയായിരിക്കും ഇവിടെയും സംഭവിച്ചു കാണുക. ഇനി അതുമല്ലെങ്കിൽ ഈ ഒരു വെറും കൈകൊണ്ട് കരിങ്കൊടി കാണിക്കുന്നത് കണ്ടപ്പോൾ മാരകായുധം കൊണ്ട് കഴുത്തിന് വെട്ടുന്നത് പോലെ തോന്നുന്ന ഒരു പ്രത്യേക തരം കാഴ്ചാ വൈകല്യം നമ്മുടെ പോലീസിന് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സാധാരണക്കാർക്ക് ICU എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം നമുക്ക് അവിടെ കയറാനുള്ള കുറേ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് അങ്ങനെ ഒന്ന് കയറി പോയി കാണാനോ അല്ലെങ്കിൽ അങ്ങനെ അതിനകത്തൊന്നും കയറി അങ്ങനെ നമ്മുടെ വാർഡുകളിൽ കയറി വിരവുന്നത് പോലെയൊന്നും ആ ഒരു ICUക്കകത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ മന്ത്രിക്കോ അതൊരു കമ്മ്യൂണിറ്റി ലിവിംഗ് റൂം പോലെയാണ്. കാരണം എന്താണെന്ന് നമുക്കറിയാലോ. സാധാരണ ഒരാൾക്ക് ICUയിൽ കയറണമെങ്കിൽ ലോട്ടറി അടിച്ചതുപോലെ തന്നെയാണ്. അവിടെ മൊബൈൽ ഫോണ് നിഷിദ്ധമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. വേദന കൊണ്ട് തല അനക്കാൻ വയ്യാത്ത ആള് ചിരിച്ചുകൊണ്ട് സെൽഫിക്ക് പോസ് ചെയ്യുന്നുണ്ട്. എന്തായാലും വൈദ്യശാസ്ത്രത്തിന് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ചിരി ചികിത്സയാണോ അവിടെ നടന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴുത്തിന് കോളറുമിട്ട് അനങ്ങാൻ പോലും വയ്യാത്ത കിടക്കുമ്പോഴും ഒരു പുഞ്ചിരിയോടെ സെൽഫിക്ക് പോസ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അത് നമ്മൾ കണ്ടുപഠിക്കണം. വേദനയുടെ ആഴം കൂടുമ്പോൾ സെൽഫി എടുത്താൽ മാറുമെന്ന് ഏത് മെഡിക്കൽ പുസ്തകത്തിലാണ് ഉള്ളതെന്നുള്ള ആരോഗ്യ വകുപ്പ് ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു അല്ലേ? ഇനി ആ സെൽഫി എടുത്ത നേഴ്സുമാരുടെ വിശദീകരണമോ അതിലും ഗംഭീരമാണ്. മന്ത്രിയെ വേദനയിൽ നിന്ന് മോചിപ്പിക്കാനാണ്, അതിനു വേണ്ടിയാണത്രേ ഈ ഒരു ഫോട്ടോ എടുത്തതെന്നായിരുന്നു അവരുടെ വിശദീകരണം. എന്തായാലും ഈ ഒരു ഫോട്ടോഷൂട്ടിന് ശേഷമാണ് അടുത്തൊരു അത്ഭുതം സംഭവിക്കുന്നത്. അതായത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ICUയിൽ നിന്ന് നേരിട്ട് ഒരാള് വെളുപ്പിന് 4 മണിക്ക് ഡിസ്ചാർജ് വാങ്ങി കാറിൽ കയറി പോകുന്നത്. സാധാരണഗതിയിൽ ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറയുന്ന ഒരു രോഗിയെ ഒരു വാർഡിലേക്കാണ് മാറ്റാറുള്ള അത് പതിവ്. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം വരെ ഏകദേശം 12 മണിക്കൂറിന്റെ ആ റോഡിലെ കുഴികളിലൂടെ കാറിൽ യാത്ര ചെയ്യുക എന്നത് തന്നെ വലിയൊരു സാഹസം തന്നെയാണ്. എന്നാലും കഴുത്തിന് പരിക്കേറ്റ ഒരാൾ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത് കാണുമ്പോൾ ഒന്നുകിൽ പരിക്കിന്റെ ഗൗരവം അല്പം കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിക്ക് അമാനുഷിക ശക്തി തന്നെ ഉണ്ടായിരിക്കും. എന്തായാലും നമ്മുടെ പോലീസുകാർ ഇപ്പോൾ ശരിക്കും പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മുകളിലുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വധശ്രമത്തിനൊക്കെ അവർ കേസെടുത്തു. പക്ഷെ കോടതിയിൽ ചെല്ലുമ്പോഴോ ആയുധം എവിടെ, CCTV ദൃശ്യം എവിടെ എന്ന് ചോദിച്ചാൽ എന്താണ് ഇവർ ഉത്തരം പറയുക? പോലീസിനെ കൊണ്ട് കള്ളക്കഥകൾ എഴുതിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ ശൈലി യഥാർത്ഥത്തിൽ നിയമ സംവിധാനത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. രാഷ്ട്രീയക്കാർ അവരുടെ PR വർക്കിന് വേണ്ടിയിട്ട് പോലീസിനെ പാളീസാക്കുന്നത് എന്ന് അവസാനിപ്പിക്കും? പിന്നെ മാധ്യമങ്ങളുടെ ഡ്രാമ എന്ന് പറയുന്നത് ചില പത്രവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ സിനിമയിലാണോ എന്ന് സംശയിച്ചു പോകും. കൊല്ലണ എന്ന് ആക്രോശിച്ച് പാഞ്ഞെടുത്തു എന്നുള്ള ഹെഡിങ് ഒക്കെ കാണുമ്പോൾ ഇത്രയും വലിയൊരു വധശ്രമം നടന്നിട്ടും അവിടെയുള്ള ആരും അത് മൊബൈലിൽ പോലും കണ്ടില്ല എന്നത് മറ്റൊരു അത്ഭുതമാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു സംഭവത്തെ കേരളം കാണുന്നതും 2 കണ്ണുകളിലൂടെയാണ്. ഒരു വശത്ത് വിശ്വാസത്തിന്റെ രാഷ്ട്രീയം, അവിടെ യുക്തിക്ക് സ്ഥാനമില്ല.
ആയുധം കണ്ടില്ലെങ്കിൽ പോലും ദൃശ്യങ്ങളില്ലെങ്കിലും മന്ത്രി പറഞ്ഞാൽ അത് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർക്ക് ഇത് മന്ത്രിയുടെ അതിജീവനമാണ്. എന്നാൽ മറുവശത്ത് ചോദ്യം ചോദിക്കുന്ന ജനതയുണ്ട്. അവർക്ക് വേണ്ടത് തെളിവുകളാണ്. ഐസിയുയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് സഹതാപമല്ല, മറിച്ച് പരിഹാസം തന്നെയാണ്. നിയമത്തെ കയ്യിലെടുക്കുന്ന ഭരണകൂടത്തിന്റെ തന്ത്രങ്ങളെ അവർ ഓരോന്നായിട്ട് തുറന്നു കാട്ടുന്നു. ഇവിടെ തോറ്റുപോകുന്നത് സത്യമാണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഈ സത്യങ്ങളെല്ലാം ബലി കഴിക്കപ്പെടുമ്പോൾ അത് നാളെ നമ്മളിൽ ഓരോരുത്തർക്കും നേരെ അത് തിരിയും. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഇത്തരം നാടകങ്ങൾ തിരിച്ചറിയാനും കഴിയൂ. ഇനി ഇവിടെ നമ്മളൊരു സാധാരണക്കാരന്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്തായിരിക്കും ചിന്തിക്കുന്നത്? നമുക്കൊക്കെ ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ ഡോക്ടർ വരണം, നേഴ്സ് വരണം, ഒപ്പിടണം, ചിലപ്പോൾ പിറ്റേ ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ മന്ത്രിക്ക് പുലർച്ചെ 4 മണിക്ക് തന്നെ രോഗമുക്തി ലഭിക്കുന്നു എന്നുള്ളതാണ്. സാധാരണക്കാരൻ ഐസിയുവിന്റെ മുന്നിൽ ഒരു ബെഡിനായിട്ട് കരയുമ്പോൾ അവിടെ മന്ത്രിമാർ ചിരിച്ച് ഫോട്ടോ എടുക്കുന്നു. സാധാരണക്കാരന് കരിങ്കൊടി കാണിച്ചാൽ അത് വധശ്രമവും, പക്ഷെ അവർക്ക് നേരെ ലാത്തി വീശാലോ അത് രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ്. ഭരണകൂടം കാണിക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് ജനങ്ങൾ കാണുന്നില്ല എന്ന് കരുതരുത്. നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആകേണ്ട ഈ ഒരു ജനാധിപത്യം ചിലർക്ക് മാത്രം അതൊരു സ്പെഷ്യൽ മെനു പോലെ വിളമ്പുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ഇവിടെ മന്ത്രിമാർക്ക് സുഖചികിത്സ കിട്ടുന്നതിൽ നമുക്ക് ഒരു വിരോധവുമില്ല. പക്ഷെ അത് സാധാരണക്കാരന്റെ സാമാന്യ ബോധത്തെ പരിഹസിച്ചുകൊണ്ടാകരുത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വാർത്ത അങ്ങേയറ്റം ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളെ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ട്രോളുകളുടെ അതിപ്രസരം തന്നെയാണ്. ഐസിയു സെൽഫിയും പുലർച്ചെയുള്ള ഡിസ്ചാർജും ട്രോളന്മാർക്ക് വലിയ വിരുന്നാണ് നൽകിയത്. വേദന മാറ്റാൻ സെൽഫി തെറാപ്പി, അതിവേഗ രോഗമുക്തി തുടങ്ങിയ ഹാഷ്ടാഗുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? പഴയതുപോലെ തിരക്കഥകൾ വിശ്വസിക്കുന്ന ഒരു സമൂഹമല്ല ഇന്നുള്ളത് എന്നാണ്. പോലീസിനെതിരെയുള്ള വിമർശനവും ഇതിനിടയ്ക്ക് തന്നെയുണ്ട്. CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ വധശ്രമത്തിന് കേസെടുത്ത് പോലീസിന്റെ ഈ ഒരു നടപടി വലിയ രീതിയിൽ പരിഹാസത്തിന് തന്നെ പാത്രമായി. അതായത് പോലീസിന്റെ ഭാവനാശക്തി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി എന്ന് വേണം പറയാൻ. അടുത്തത് നിഷ്പക്ഷരുടെ ഒരു സംശയം എന്ന് പറയാൻ. അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്നവർ ചോദിക്കുന്നത്, ഒരു മന്ത്രിക്ക് പോലും ഇത്രയധികം നുണകൾ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്നതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കണ്ണൂരിൽ നടന്നത് ഒരു പ്രതിഷേധമാണ്. അത് ചിലപ്പോൾ അതിരുവിട്ടതുമാകാം. എന്നാൽ അതിനെ ഒരു കൊലപാതക ശ്രമമായിട്ട് പർവ്വതീകരിച്ചതും അതിനുവേണ്ടി സർക്കാർ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ആശുപത്രിയും ഉപയോഗിച്ച രീതിയും ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല. പരിക്കേറ്റത് മന്ത്രിക്കാണോ അതോ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി എന്തും കെട്ടിച്ചമയ്ക്കാമെന്ന് കരുതുന്നവർ അതൊന്ന് ഓർക്കുക. ജനങ്ങളുടെ കയ്യിലെ സ്മാർട്ട് ഫോണുകളും അവരുടെ സാമാന്യ ബുദ്ധിയുമുണ്ട്. ഒരു സെൽഫിയിലൂടെയോ പത്രവാർത്തയിലൂടെയോ സത്യത്തെ മൂടി വെക്കാനൊന്നും കഴിയില്ല. അതായത് അധികാരമല്ല, സത്യമാണ് വലുത്. പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണ്. അതിനെ അടിച്ചമർത്താൻ കള്ളക്കേസുകൾ ഉപയോഗിക്കുന്നത് ഭീരുത്വമാണ്. രാഷ്ട്രീയക്കാർ അവരുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പോലീസിനെയും ഡോക്ടർമാരെയും കരുവാക്കുന്നത് അവസാനിപ്പിച്ചേ പറ്റൂ. നമുക്ക് വേണ്ടത് സുതാര്യമായിട്ടുള്ള ഒരു ഭരണമാണ്, അല്ലാതെ തിരക്കഥകൾ എഴുതുന്ന ഒരു ഭരണകൂടമല്ല. സത്യം പറയുന്നവരെ വേട്ടയാടുകയും നുണ പറയുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ ഒരു രീതി മാറണം. നാളത്തെ തലമുറയ്ക്ക് നമ്മൾ മാതൃകയാകേണ്ടത് ആർജവമുള്ള നിലപാടുകളിലൂടെ ആയിരിക്കണം, അല്ലാതെ ഇത്തരം PR സ്റ്റണ്ടുകളിലൂടെ ആകരുത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു? മന്ത്രിയുടെ ഈ ഒരു അത്ഭുത രോഗമുക്തി വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ തീർച്ചയായും രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.